നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 966th day. Today 10th ശ്ലോക of പ്രഥമ സ്കന്ധം 12th chapter. For details please see the discussion notes. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 966 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനം നാരായണൻ മമ മന്ദതമർച്ചനം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. അസ്ത്രതേജസ്വഗതയാ നീഹാരമിവ ഗോപതി വിദമന്ദം സന്നികർഷേ പരീക്ഷതക ഇത്യസോ. ഓം തത്സത്. അസ്ത്രതേജസ്വഗതയാ നീഹാരമിവ ഗോപതി വിദമന്ദം സന്നികർഷേ പരീക്ഷതക ഇത്യസോ. ഓം തത്സത്. പദം ഇരിക്കേണ്ടത് അസ്ത്രതേജ സ്വഗതയ നീഹാരം ഇവ ഗോപതി ഇദമന്ദം സന്നികർഷേ പര്യീക്ഷത ക ഇതി അസോ. ഇത്യസോ എന്നുള്ളത് ഇതി അസോ. അതായത് സ്വഗതയ തൻ്റെ ഗത കൊണ്ട് അസ്ത്രതേജ അസ്ത്രത്തിൻ്റെ തേജസ്സിനെ ഗോപതി സൂര്യൻ നീഹാരം ഇവ മഞ്ഞിനെ നീഹാരം എന്ന് പറഞ്ഞാൽ മഞ്ഞിനെ എന്ന പോലെ നീഹാരം ഇവ ഇതമന്ദം നശിപ്പിക്കുന്നവനെ സന്നികർഷേ സമീപത്തിൽ കണ്ടിട്ട് അസോ ഇവൻ ക ഇതി ആരെന്ന് പരീക്ഷത സൂക്ഷിച്ചു നോക്കി. അതായത് സൂര്യൻ തൻ്റെ കാന്തിയാൽ എപ്രകാരം മഞ്ഞിനെ ഇല്ലാതാക്കുമോ അപ്രകാരം ഭഗവാൻ തൻ്റെ സ്വന്തം ഗത കൊണ്ട് ആ അസ്ത്രത്തിൻ്റെ അശ്വത്ഥാമ വായിച്ച ബ്രഹ്മാസ്ത്രത്തിൻ്റെ കാന്തിയെ നശിപ്പിച്ചുകൊണ്ട് സമീപത്തിൽ സഞ്ചരിക്കുന്ന ആ പുരുഷൻ അതായത് ഗത ചുഴറ്റിക്കൊണ്ട് ആ ശിശുവിൻ്റെ ചുറ്റും നടക്കുന്ന ആ ചെറിയ വിരലിൻ്റെ മാത്രം വലിപ്പമുള്ള ആ പുരുഷൻ ആരാണ് എന്ന് ഈ ശിശു ചിന്തിച്ചു ആലോചിച്ചു കൊണ്ട് സൂക്ഷിച്ചു നോക്കി. ഇവൻ ആരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സൂക്ഷിച്ചു നോക്കി. ഭഗവാനാണ് തൻ്റെ രക്ഷിക്കുവാൻ വേണ്ടി വന്നുള്ളത് എന്ന് 10 മാസം മാത്രം പ്രായമായിട്ടുള്ള ആ ഗർഭസ്ഥ ശിശുവിന് അറിയില്ല. ഇങ്ങനെയൊരു പുരുഷൻ വന്ന് ഗത ചുഴറ്റി ആസ്ത്ര തേജസ്സിനെ നശിപ്പിച്ചപ്പോൾ ഇവൻ ആരാണ് എന്ന് ആ ഗർഭസ്ഥ ശിശു സൂക്ഷിച്ചു നോക്കി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം തത്സത്. അസ്ത്രതേജസ്വഗതയാ നീഹാരം ഇവ ഗോപതി വിദമന്ദം സന്നികർഷേ പരീക്ഷതക ഇത്യസോ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാർക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.